നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ഹരിക്ക് ജാമ്യം കിട്ടിയില്ല, പക്ഷേ രോഹിത്തിന് ജാമ്യം കിട്ടി. അത് സഹിക്കാൻ പറ്റുമോ? അസൂയ പെരുത്തിട്ട് കമലയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പം നാട്ടുകാർ ഓരോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. പോരാത്തതിന് തൻ്റെ മകൻ മാത്രം കുറ്റക്കാരൻ, രോഹിത് കുറ്റക്കാരനല്ലെന്നാണ് ശരണ്യെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ കമലെ, ഇനിയിപ്പം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിക്കണമെന്ന് ശിവേട്ടന് പറയാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ പിടിപ്പേടാണെന്നോ ഇത് ഞാൻ പറയത്തോളം എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാനാണോ അവനെ ഇതിലേക്ക് വലിച്ചഴിച്ചതെന്ന് ചോദിച്ചു. ശിവേട്ടൻ വേണ്ട പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല. അത് കേട്ടപ്പോൾ ശിവശങ്കരന് ദേഷ്യം വന്നു. എങ്കിൽ പിന്നെ നിനക്കൊരു കാര്യം ചെയ്യാൻ മേലായിരുന്നോ? നിനക്ക് പോയി അവനെ ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കാമായിരുന്നല്ലോ. മനുഷ്യൻ കുറേ ദിവസങ്ങളായി ഊണുമില്ല ഉറക്കമില്ല അതിൻ്റെ പിന്നാലെ നടക്കണേ. എടി, നീ നല്ലതായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. മക്കളെ വളർത്താൻ അറിയത്തില്ല, എന്നിട്ട് ന്യായം പറഞ്ഞുകൊണ്ട് വന്നാൽ നിൻ്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് കമലയോട് മനു പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടേ പറയണമെന്ന് ചോദിച്ചു. എടാ, രോഹിത്തിന് ഇറങ്ങാമെങ്കിൽ പിന്നെ എന്താ ഹരിക്ക് ഇറങ്ങിയാൽ? അമ്മേ, അതിന് രോഹിത്ത് നിരപരാധിയാണല്ലോ. എടാ, എവിടെ നിരപരാധി? അവനൊരു നിരപരാധിയൊന്നുമല്ല. ശരിക്കും അലീന കാരണമാണ്. അലീന ആ പെണ്ണിനെ ചാക്കിട്ട് പിടിച്ചു. അലീന അവളെ സ്വാധീനിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നീ നല്ലവനായിരുന്നെങ്കിൽ നിൻ്റെ അനുജനല്ലേ, അവളോട് പറഞ്ഞിട്ട് ഹരിയുടെ പേരും കൂടെ ഒന്ന് ഒഴിവാക്കി തരാൻ പറയാൻ മേലായിരുന്നോ? ഹരിയെ എനിക്ക് പരിചയമില്ലെന്ന്. ബാക്കി 2 പേരുണ്ടല്ലോ, അവർ കുറ്റക്കാരായിട്ട് അകത്ത് പോയി കിടന്നോളും. പണത്തിന് വേണേൽ പയണം കൊടുക്കാമല്ലോ. എനിക്കൊന്ന് ബാലേന്ദ്രൻ നല്ല പണം കൊടുത്തു കാണും, ലക്ഷങ്ങൾ കൊടുത്തു കാണും, ചിലപ്പോൾ സ്വർണവും കൊടുത്തു കാണും. അതുകൊണ്ടായിരിക്കും ശരണ്യ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ്. മനു പറഞ്ഞു, അമ്മയുടെ ഈ സംസാരം കേട്ട് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റാത്തവർക്കും ദേഷ്യം വരുമെന്ന് പറഞ്ഞു. കാരണം ഇത്രയൊക്കെ ആയിട്ടും അമ്മയ്ക്ക് ഒരിതും ഇല്ലല്ലേ? അമ്മയ്ക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് ചോദിച്ചു. എത്രയെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ അമ്മ ഇനിയെങ്കിലും അമ്മ സ്വന്തം മോൻ്റെ ചെയ്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഹരി ചെയ്ത തെറ്റ് എത്ര വലുതാണ്. അതിന് പകരം ഹരിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോഴും. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ഉടനെ അമ്മ പറയണേ അത് അവൾ സ്വാധീനിച്ചിട്ടാണ് അലീന. അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചിന്തിക്കാണെന്ന് ചോദിച്ചു. നീയൊക്കെ ഇതല്ല ഇതിലപ്പുറം പറയുന്നത് എനിക്കറിയാടാ. നീയൊക്കെ അവളുടെ സൈഡല്ലേ, അലീനയുടെ. നിനക്ക് രോഗത്തിനെ പുറത്തിറക്കാൻ മതിയല്ലോ, അല്ലെങ്കിൽ നിനക്ക് പണ്ട് മുതൽ കൂടപ്പുറപ്പ് സ്നേഹം ഇല്ലല്ലോ. ഹരിയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചു. അമ്മയെ സ്നേഹം വേണമെങ്കിൽ അവൻ ആ വഴിക്ക് നിൽക്കണം. അവൻ അങ്ങനെയാണോ? എത്രയോ വട്ടം അവനെ ഉപദേശിച്ചു. അവനോട് നേരെയാവാൻ പറഞ്ഞു. അവൻ നേരെയായോ? ഇതിനു മുമ്പ് അലീനയൊക്കെ ഉപദ്രവിച്ച സമയത്ത് പല വട്ടം അവനോട് പറഞ്ഞു. പക്ഷേങ്കിൽ അവൻ അടുത്തില്ല. അവനപ്പം ഞാൻ എന്തോ വലിയ പുള്ളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തല്ലിപ്പോൾ അമ്മയുണ്ടായിരുന്നു. അന്ന് അമ്മയോട് ഞാൻ പറഞ്ഞ ഇവനെ നിലയ്ക്ക് നിർത്തിക്കണം, അല്ലെ ഇതിനേക്കാളും വലിയ അപകടം വരാൻ പോണേന്ന്. എന്നിട്ട് അമ്മ കേട്ടോന്ന് ചോദിച്ചു. വായി വന്നെല്ലാം മനുഷ്യങ്കർ വിളിച്ചു പറയാണ്. കാരണം ഇപ്പോഴിനി കയ്യാലിട്ടടിച്ചിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ കമലയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കമല അതൊന്നും കേട്ടുമില്ല. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രോഹിത്തിനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പോകണമല്ലോ. അങ്ങനെ ബാലേന്ദ്രൻ റെഡിയാവുകയാണ്. ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യുക, നീയും കൂടെ പോരെ, നമുക്ക് ഒരുമിച്ച് പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്നാൽ ശരി അച്ഛാന്ന് പറഞ്ഞു. ഈ സമയത്താണ് അവിടേക്ക് ഭവിത വരുന്നത്. ഭവിത വന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛാ, അച്ഛൻ ജയിലിലേക്ക് പോവാണോ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാ വരുന്നത്? രോഹിതന്നെ കൂട്ടാനായിട്ട് ഞാനും വരുന്നുണ്ട്. എൻ്റെ സഹോദരനല്ലേ, ഞാനല്ലേ വരണ്ടേന്ന് ചോദിച്ചു. ഇവളെന്തിനാ വരുന്നത്? ഇവള് വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രന് നല്ല ദേഷ്യം വന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, അവനാ ജയിലിൽ കിടന്ന സമയത്ത് നിനക്കൊന്നും ഒരിക്കൽ പോലും പോയി കാണാൻ തോന്നിയില്ലോ. അത് മാത്രമല്ല, അവനെക്കുറിച്ച് എന്തൊക്കെയുണ്ട് വിവരങ്ങൾ അതൊക്കെ നീ അന്വേഷിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടിപ്പം എന്തേലും ആട്ടെ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയിട്ട് വരെ ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അല്ല മോളെ, നീയും കൂടെ പോരെ. വേണ്ട അച്ഛാ, ഞാനിവിടെ ഇരുന്നോളാം, കുറേ പണികളൊക്കെ ഉണ്ട്, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അലീന നൈസായിട്ട് അങ്ങോട്ട് ഒഴിവായി. ഇനിയിപ്പം താൻ ഇടയ്ക്കിലേക്ക് കയറണ്ട, അത് ഭവിതയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം. ബാലേന്ദ്രനും ഭവിതയും കൂടെ ആണ് പോകുന്നത്. അപ്പോൾ വൈജിയാണ് പറഞ്ഞ് നീയും കൂടെ പോകണമെന്ന് പറഞ്ഞ് എരിപരി കയറ്റി വിട്ടെ. അങ്ങനെ അലീനയും ബാലേന്ദ്രനെയും കൂടെ ഒരുമിച്ച് എല്ലായിടത്തേക്കും വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അങ്ങനെ അവർ ജയിലിലേക്ക് ചെന്നു. അവിടുത്തെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. രോഹിത് പുറത്തേക്ക് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് കണ്ണ് നിറഞ്ഞു പോയി. മോനെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചെങ്കിലും രോഹിത് കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റും ചെയ്തേ. ബാലേന്ദ്രന് സങ്കടമായി. പക്ഷേ ബാലേന്ദ്രനെ കൂട്ടിയില്ല. കാരണം അവൻ്റെ മാനസികാവസ്ഥ ഇതാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാത്ത തെറ്റിന് ഇത്രയും ദിവസം ജയിലിൽ കിടന്നു. അവൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലിലൊരു ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. ബാലേന്ദ്രന് ഭയങ്കര സങ്കടമായി. ഇത്രയും നാൾ പിന്നെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു ചെരുപ്പ് പോലും ഇടിയിക്കാതെ അവനെ താൻ നടത്തിയിട്ടില്ല. പക്ഷേ ജയിലിൽ അങ്ങനെയല്ലല്ലോ, വീട്ടിലെ അവസ്ഥയല്ലോ ജയിലിൽ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനെ കണ്ണു നിറഞ്ഞു. വരാനും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ കൂട്ടി കാറിനടുത്തേക്ക് കൊണ്ടുവരുവാണ്.
ഈ സമയത്ത് രോഹിത്ത് ബാക്ക് സീറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് കയറത്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, രോഹിത്തേട്ട ഫ്രണ്ടിലേക്ക് കയറാൻ പറഞ്ഞു. അത് രോഹിത്ത് കേട്ടതായിട്ട് നടിച്ചില്ല. രോഹിത്ത് പുറകെ കയറിയിരുന്നു. ചെന്ന് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് നീങ്ങിപ്പോലും ഇരുന്നില്ല. പിന്നീട് ബബിതയോട് ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഫ്രണ്ടിൽ കയറിക്കണം പറഞ്ഞു. അങ്ങനെ ബബിത ഫ്രണ്ടിൽ കയറി. ഒരക്ഷരം പോലും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല രോഹിത്ത്. ബബിത ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ്. ഇതേ സമയത്ത് രേവതിക്കുട്ടി അലീനെ വിളിക്കുന്നുണ്ട്. അലീനെ വിളിച്ചിട്ട് രേവതിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രേവതിക്കുട്ടി പറഞ്ഞു, അപ്പം ഇന്ന് രോഹിത്ത് വീട്ടിലേക്ക് വരുമല്ലേ ചേച്ചി? അതേന്ന് പറഞ്ഞു. ഇനിയെങ്കിലും അവനോട് നന്നാവാൻ പറ. ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജാമ്യം പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇനി ചിലപ്പോൾ അവൻ നന്നാകുമായിരിക്കും. ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ടല്ലേ അവനെ ഇങ്ങനെ ആക്കിയത്. എന്നാലും ശരണ്യ കോടതിയിൽ അങ്ങനെ പറഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവൾ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ കോടതിയിൽ തുറന്നു പറയുമെന്ന്. കാരണം ഞാൻ കുറച്ച് നാളുകൾ മാത്രമേ അവളുമായിട്ട് അടുത്ത് ഇടപെട്ടിട്ടുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ എനിക്ക് അവളുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. സത്യത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവളെ സ്വാധീനിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അലീന ചേച്ചി അല്ലേ പറഞ്ഞേ? അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും അനുസരിക്കാതിരിക്കാൻ പറ്റാത്തേ. അതുകൊണ്ട് രോഹിത്തിനെ രക്ഷിച്ച് ശരിക്കും അലീന ചേച്ചി തന്നെയാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാം. അലീന ചേച്ചി കൂടുതലൊന്നും പറയണ്ടെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അവിടെ എല്ലാവർക്കും സന്തോഷമല്ലേന്ന് ചോദിച്ചു. അതെ, അല്ല അലീന ചേച്ചിയുടെ അമ്മ അറിഞ്ഞോന്ന് ചോദിച്ചു. അറിഞ്ഞു. മാഡത്തിന് സന്തോഷമായിക്കോണമെന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായിരിക്കും, പിന്നെ കുറച്ച് അഹങ്കാരം കൂടെ കൂടിക്കാണെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. പിന്നെ ചേച്ചി സൂക്ഷിച്ചും കണ്ട് നിന്നോണം, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോൾ ഇനി അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ മുമ്പത്തേൻ്റെ ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. അവരിനി ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നോ തോന്നേ. അതെന്താ? അല്ല, അവരിങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു കൃഷ്ണമോള്. ഞാനിവിടെ ഉണ്ടെങ്കിൽ വരത്തില്ല എന്ന്. ആണോ? നല്ല കാര്യമായി, അവരവിടെ കിടക്കട്ടെ. അല്ലേ ഒരു കാര്യം ചേച്ചീനെ അവിടെ നിൽക്കണ്ടെന്നേ, അവരവിടെ ഒന്ന് താമസിച്ചോട്ടെ. ചേച്ചിക്കൊരു ജോലി കിട്ടാനുള്ള പ്രയാസം. അല്ലെ ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ, നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ രേവതിക്കുട്ടി പറയണം. അതിന് കുറച്ച് സമയം സംസാരിച്ച് അലീന കോള് കട്ട് ചെയ്യുന്നേ. പിന്നീട് അലീന രോഹിത്തിന് ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ ദിവസം ജയിലിൽ കിടന്നിട്ട് വരുന്നതാണല്ലോ, വീട്ടിലെ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് രോഹിത്തും ബാലേന്ദ്രനും ഭവിതയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ബാലേന്ദ്രനും ഭവിതയും കൂടെ സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. രോഹിത്ത് പതുക്കെയാണ് ഇറങ്ങി വരുന്നത്. രോഹിത്തിൻ്റെ കാല് നിലത്തേക്ക് കുത്തിക്കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ നോക്കി, കാല് പോലും തുറക്കുന്നില്ല. ഇത്ര ദിവസം ജയിലിൽ കിടന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു അവൻ്റെ കാല് ഇടറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടറുന്ന കാൽഭാഗത്തോട് കൂടിയിട്ടാണ് അവന് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. ഈ സമയത്ത് അലീന നോക്കുന്നുണ്ടായിരുന്നു അവനെ. അലീന രോഹിത്തിനെ അടിമുടി നോക്കി. അവൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവൻ്റെ മുഖത്ത്. എന്തെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക എന്ന് പറഞ്ഞു. കാരണം ഇത്ര ദിവസം ജയിലിൽ കിടന്നിട്ട് വരുന്നതല്ലേ. അലീനയോട് പറഞ്ഞു, മോളെ നീ ആഹാരമൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രോഹിത്ത് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ബബിത പിന്നാലെ ഇല്ലയോടെ രോഹിത്തേട്ടാന്ന് വിളിച്ചോണ്ട്. പക്ഷെ രോഹിത്ത് മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ പോയി കഥ കടിച്ചു. ബബിത എന്ത് ചെയ്തു? വൈജയെ വിളിക്കണം. വൈജയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അമ്മേ, രോഹിത്തേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യുക, നീ അവനൊന്ന് ഫോൺ വിളിച്ച് കൊടുക്കുക, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം, എനിക്ക് അവനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ബബിത എന്ത് ചെയ്തു? നേരെ രോഹിത്തിൻ്റെ മുറിയുടെ അങ്ങോട്ട് ചെന്നു. കഥയെ മുട്ടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്ത് കഥ തുറന്നു. എന്താണെന്ന് ചോദിച്ചു. അതെ അമ്മയാ, അമ്മയ്ക്ക് രോഹിത്തേട്ടനോട് സംസാരിക്കണോ? എന്ത് സംസാരിക്കാനായിട്ട്? എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാബിതയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വൈജയ്ക്ക് സങ്കടമായിപ്പോയി. വൈജ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈജ വിചാരിച്ചുകൊണ്ടിരുന്നെ തൻ്റെ മോനല്ലേ, തന്നോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാത്തതിൻ്റെ ബുദ്ധിമുട്ട് വൈജയ്ക്കും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് രോഹിത്തിനെ വിളിക്കുക. പക്ഷെ രോഹിത്ത് ഇറങ്ങി വന്നില്ല. അലീന പറഞ്ഞു, അച്ഛാ ഞാനിത് കൊണ്ട് മുറിയിലേക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? മുറിയിലേക്ക് ചെല്ലുവാണ്. കഥ അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ കഥകയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് വന്ന് കഥ തുറന്നു. എന്താന്ന് ചോദിച്ചു. അത് ആഹാരമായിട്ട് വന്നാന്ന് പറഞ്ഞു. പിന്നീട് അലീന ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി. അകത്തേക്ക് കയറിയിട്ട് ആ ടേബിളിലേക്ക് ആഹാരം വെച്ചിട്ട് പറഞ്ഞു, രോഹിത്തെ ഇത് ആഹാരം എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അലീന അങ്ങ് തിരിയുന്ന സമയത്ത് രോഹിത്ത് ദേഷ്യത്തോടെ പറഞ്ഞു, ആഹാരം കൊണ്ട് വന്നിരിക്കുന്നു, മനുഷ്യന് സ്വസ്ഥത സമാധാനമില്ല, ജയിലിലായിരുന്നു കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒറ്റ തട്ട് കൊടുക്കുകയാണ് ആ പാത്രത്തിലേക്ക്. പാത്രം എല്ലാവരും കൂടെ നിലത്തേക്ക് വീണ് പൊട്ടിച്ചെതറുക. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി. അലീന ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്നുള്ള കാര്യം അവന് മാറ്റം വന്ന് കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ എല്ലാവരുടെയും ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു. അവൻ്റെ സമനില പോലും തെറ്റിയിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.